+1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഏകജാലകം വഴി അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന പോയിന്റുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ്ജക്റ്റ് കോമ്പിനേഷൻ കോഡിനെ കുറിച്ചിട്ടും സ്കൂൾ കോഡിനെ കുറിച്ചിട്ടും. അങ്ങനെ നമ്മളൊരു സബ്ജക്റ്റ് കോമ്പിനേഷനും അതേപോലെ തന്നെ സ്കൂളും സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കണം. അതായത് നിങ്ങൾ ഏറ്റവും താല്പര്യപ്പെടുന്ന സ്കൂളും അതേപോലെ തന്നെ കോമ്പിനേഷനും ഏതാണെന്നുള്ളത് അത് ആദ്യത്തെ ഓപ്ഷനിൽ കൊടുക്കണം. ഏറ്റവും താല്പര്യപ്പെടുന്ന സ്കൂളും കോമ്പിനേഷനുമാണ് പ്രയോറിറ്റി ലിസ്റ്റിന്റെ ആദ്യം കൊടുക്കേണ്ടത്. രണ്ടാമത് അതിനുശേഷം പ്രയോറിറ്റി കൊടുക്കുന്ന അങ്ങനെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് വേണം നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ. കാരണം എന്തെന്നാൽ നിങ്ങൾ കൊടുക്കുന്ന ആദ്യത്തെ ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അവിടെ നിങ്ങൾ നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുത്തേ മതിയാവുള്ളൂ. സപ്പോസ് നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ആ സ്ട്രീമിൽ നിന്നേ പുറത്തായി പോകും. അപ്പം അതുകൊണ്ട് ആദ്യം കൊടുക്കുന്ന സബ്ജക്റ്റ് കോമ്പിനേഷനും സ്കൂളിനും വലിയ പ്രാധാന്യമുണ്ട്. അത് നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള സബ്ജക്റ്റ് കോമ്പിനേഷനും സ്കൂളുമാണ് തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ സപ്പോസ് ഇപ്പം നിങ്ങളൊരു നാലാമത്തെ ചാൻസ് ആണ് നിങ്ങൾക്ക് കിട്ടിയത്, അതായത് നാലാമത് കൊടുത്ത കോമ്പിനേഷനാണ് നിങ്ങൾക്ക് കിട്ടിയത് എങ്കിൽ നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് പ്രവേശനം എടുത്തുകൊണ്ട് മൂന്നാമത്തെയോ രണ്ടാമത്തെയോ ഒന്നാമത്തെ ഓപ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോമ്പിനേഷനും സ്കൂളുകളും ആയിരിക്കണം പ്രയോറിറ്റി ലിസ്റ്റിന്റെ ആദ്യത്തെ സ്ഥാനങ്ങളിൽ ഇടം പിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക് യു.